സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിൻ്റെ ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് റെഗുലർ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. ക്ലാസ് കാണാൻ നിങ്ങൾ പ്ലേലിസ്റ്റാണ് ചെക്ക് ചെയ്യേണ്ടത്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ക്ലാസ് വൈസും ലെസൺ വൈസും കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ലെസൻ്റെ അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ പാർട്ടായിട്ട് കാണാം. Hello, welcome to my channel. So last class we were discussing about the discovery of protons, neutrons, electrons and their characteristics and the charge to mass ratio. All these topics we had discussed in the last class. So now we know that in an atom there is proton, neutron and electron. Now what is the aim of this class? Now we have to arrange these protons, neutrons and electrons. Already നമ്മുടെ കയ്യിൽ ഇപ്പോൾ പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി ഇവരൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് അറേഞ്ച് ചെയ്യണം. ഒരു ആറ്റത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. പ്രോട്ടോൺ ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലായി. ബട്ട് ഇത് എവിടെ പ്രസന്റ് ചെയ്തു എന്നുള്ളത് നോ വൺ നോസ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ആറ്റത്തിന് ഒരു മോഡൽ വന്നത്. ആറ്റത്തിന്റെ ഉള്ളിലാണ് നമുക്കറിയാം. ആറ്റത്തിന് ഒരു മോഡൽ, ഒരു ആറ്റത്തിന്റെ മോഡൽ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് പ്രോട്ടോൺ അല്ലെങ്കിൽ ഇവിടെയാണ് ഇലക്ട്രോൺ എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ഓരോ സയന്റിസ്റ്റുകൾ ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്തിട്ട്, അതായത് അവരിങ്ങനെ പല പല എക്സ്പെരിമെന്റ്സും ചെയ്തിട്ട് ആദ്യമായിട്ട് ആറ്റത്തിനൊരു മോഡൽ പ്രപ്പോസ് ചെയ്തതാണ് ജെ തോംസൺ. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു ക്ലാസ്സിൽ എടുക്കുന്ന ടോപ്പിക്സിന് എന്തായാലും മാർക്ക്, നല്ലൊരു മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഈവൻ എൻട്രൻസിനാണെങ്കിലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. പിന്നെ എല്ലാവരും എന്നോട് നോട്ട്സ് ചോദിക്കുന്നുണ്ട്. നോട്ട്സ് നിങ്ങൾ അങ്ങനെ കാര്യമായിട്ട് ടെക്സ്റ്റ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ തന്നെ അടിച്ചു നോക്കൂ. എന്താണ് ക്ലാസ് 11 അറ്റോമിക് സ്ട്രക്ചർ നോട്ട്സ്. ഇഷ്ടക്കണക്കിന് സൈറ്റ്സ് ഉണ്ട്. അതും ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് നോട്ട്സ് തരുന്ന നല്ല സൈറ്റ്സ് ഉണ്ട്. ഞാൻ തന്നെ NCERT ഹെൽപ്പ്, എക്സാം ഫിയർ, പിന്നെ അങ്ങനെ കുറേ സൈറ്റിൽ നിന്ന് നോക്കിയിട്ടാണ് നോട്ട്സ് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ക്ലാസ് എടുക്കാറ്. അപ്പൊ നിങ്ങൾ അതൊന്ന് നോക്കിയാൽ മതി. അപ്പൊ അതിൽ നല്ല ഈസി പോയിന്റ്സ് ആയിട്ട് നമുക്ക് തരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നോട്ട് കിട്ടാത്തവരുണ്ടെങ്കിൽ പറയാം, അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യാം കേട്ടോ. സോ ദ ഫസ്റ്റ് മോഡൽ വാസ് പ്രപ്പോസ്ഡ് ബൈ ജെ തോംസൺ. ജെ തോംസൺ ആണ് ആദ്യമായിട്ട് ആറ്റത്തിന്റെ ഒരു മോഡൽ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ മോഡലിന്റെ ഒരു പേരാണ് പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലൺ മോഡൽ. അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ അദ്ദേഹം ആ ഉണ്ടാക്കിയ ഒരു മോഡലിന്. അപ്പൊ എന്താണ് ജെ തോംസന്റെ മോഡലിന്റെ സ്പെഷ്യാലിറ്റി? According to J.J. Thomson, he considered atom as a positively charged sphere. First point ആണ്. പോയിന്റ് നമ്മൾ ആദ്യം ലാസ്റ്റ് പറഞ്ഞു, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. He considered atom as a positively charged sphere. Atom ഒരു positively charged sphere in which the negatively charged electrons are embedded in it. അതായത് അതിലിങ്ങനെ വെച്ചിരിക്കുകയാണ് ആരെ? നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിന്. അപ്പൊ നോക്കൂ, വാട്ട് he considered atom as a positively charged sphere in which the electrons are embedded in it. ഇതൊരു പോസിറ്റീവ്ലി ചാർജ് സ്ഫിയർ ആണ്. ഇതിന്റെ ഉള്ളിൽ ഈ ബ്ലൂ കളറിൽ കാണുന്ന നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസിന് ഇങ്ങനെ എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഈ ഒരു മോഡലിനെ കമ്പയർ ചെയ്യുന്നത് നമ്മുടെ പ്ലം പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ ക്രിസ്മസ് പുഡിംഗ് മോഡൽ എന്നൊക്കെ പറയും. ക്രിസ്മസ് പുഡിംഗ് തന്നെ നമ്മുടെ പ്ലം കേക്ക് ഇല്ലേ, നമ്മുടെ ബ്രൗൺ കളർ കേക്ക്. ഇപ്പൊ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആവാൻ എല്ലാവരും വാങ്ങുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ഈ പ്ലം കേക്ക് ഇല്ലേ, ബ്രൗൺ കളർ കേക്ക്, ആ കേക്ക് പോലെയാണ് ആറ്റം. ആ കേക്ക് കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് ചാർജ് സ്ഫിയർ. അതിന്റെ ഉള്ളിൽ കുറെ നട്ട്സ് കിട്ടുമല്ലോ നമുക്ക്, ഡേറ്റ്സ്, നട്ട്സ്, ചെറിയ ചെറിയ സ്മോൾ ഡ്രൈ ഗ്രേപ്സ് ഒക്കെ കിട്ടില്ല. അതേപോലെ ഈ ഡ്രൈ ഗ്രേപ്സ് അല്ലെങ്കിൽ നട്ട്സ് ഒക്കെയാണ് ആറ്റത്തിന്റെ ഇലക്ട്രോൺ പോലെയാണ്. നമുക്ക് എല്ലായിടത്തും കാണില്ല, അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കാണുമല്ലോ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മോഡലിന്റെ പ്ലം പുഡിംഗ് മോഡൽ, ക്രിസ്മസ് പുഡിംഗ് മോഡൽ അല്ലെങ്കിൽ വാട്ടർ മെലൻ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഉള്ളില് നല്ല റെഡ് കളർ ആയിരിക്കും, അതിന്റെ ഉള്ളിൽ കുരുകളുണ്ട്. വാട്ടർമെലൻ നമ്മുടെ എന്താ പറയാ അതിന്, തണ്ണിമത്തൻ. അപ്പം അതിലിങ്ങനെ റെഡ് ഫ്ലഷി പാർട്ട് ഉണ്ടാവും. അപ്പൊ അതേപോലെ ഈ റെഡ് ഫ്ലഷി പാർട്ട് എന്താണ്? നമ്മുടെ പോസിറ്റീവ് സ്ഫിയർ ആയിട്ടുള്ള ആറ്റം. ഈ കുരുകളിൽ അതിന്റെ ഉള്ളിലുള്ള സീഡ്, that is the negatively charged electron. So his model was compared to a plum pudding model or watermelon model or a Christmas pudding model. So what are the main points? ഇനി ശ്രദ്ധിച്ചോളൂ, നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് ബൈ പോയിന്റ്. ഇനി നോട്ട് കിട്ടാത്തവർ പേടിക്കണ്ട, ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നോട്ട് എഴുതാലോ. So plum pudding model was proposed by J.J. Thomson. Atom, according to his model, atom was considered as a positive sphere in which electrons are embedded. So first point, the atom is considered as a positive sphere in which the electrons are embedded.
ആറ്റം ആസ് എ ഹോൾ ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. അദ്ദേഹം പറഞ്ഞു ആറ്റം, ഇപ്പൊ ഞാൻ ഹൈഡ്രജൻ ആറ്റം എടുക്കാണ്, അത് ന്യൂട്രൽ ആണ്, അതിലൊരു പ്ലസ് ചാർജോ നെഗറ്റീവ് ചാർജോ അധികമില്ല. ആറ്റം ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ, ദർ ഇസ് നോ എക്സ്ട്രാ പോസിറ്റീവ് ഓർ എ നെഗറ്റീവ് ചാർജ്. അപ്പം ഏതൊരു ആറ്റം കൺസിഡർ ചെയ്താലും അതിൽ എത്ര പോസിറ്റീവ് ഉണ്ടോ അതിൽ അത്രയും നെഗറ്റീവ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഈ രണ്ട് പോയിന്റ്സ് ആണ് നമുക്ക് ജെ തോംസന്റെ മോഡലിൽ പറയാനുള്ളത്. സോ വാട്ട് വാസ് ജെ തോംസൺ മോഡൽ? ജെ തോംസൺ മോഡൽ, according to J.J. Thomson model, atom was considered as a positive charged sphere in which electrons are embedded in it. According to his model, atom as a whole is electrically neutral. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ മോഡൽ വാസ് എ ഡ്രോബാക്ക്. അതൊരു സക്സസ് ആയിട്ടുള്ള ഒരു മോഡൽ അല്ലായിരുന്നു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ ആ മോഡലിന്റെ ഡ്രോബാക്ക്? മെയിൻ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ഇവിടെ ഇലക്ട്രോൺസ് ഉണ്ട്, പ്രോട്ടോൺസ് ഉണ്ട് എന്ന് പറയുന്നത്, പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. ബട്ട് ഈ നെവർ ടെൽ വാട്ട് ഇസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ ഈ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും അവിടെ കൂട്ടി നിർത്തുന്നത് എന്ത് ഫോഴ്സ് ആണ്? നമുക്കറിയാം ഒരേ ചാർജുകൾ റിപ്പൽ ചെയ്ത് പോകും അല്ലേ, രണ്ട് നെഗറ്റീവും അതിന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്, ബട്ട് ദേ വിൽ റിപ്പൽ. പക്ഷെ അദ്ദേഹത്തിന് ഒന്നും പറയാൻ പറ്റിയില്ല വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദി ആറ്റം. പിന്നെ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി, ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നെ രണ്ട് നെഗറ്റീവ് ചാർജ് റിപ്പൽ ചെയ്ത് പോവുക, അപ്പൊ അവിടെ എന്താ സ്റ്റേബിൾ ഇല്ലാണ്ടിരിക്കും. അപ്പൊ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ചിട്ട് ഇദ്ദേഹത്തിന് പറയാൻ പറ്റിയില്ല. ആൻഡ് ഹി വാസ് നോട്ട് ഏബിൾ ടു എക്സ്പ്ലെയിൻ ഹൗ ദ പോസിറ്റീവ് ചാർജ് ആൻഡ് ദ നെഗറ്റീവ് ചാർജ് വാസ് ഹോൾഡ് ഇൻസൈഡ് ആൻ ആറ്റം. അപ്പൊ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മെയിൻ ഡ്രോബാക്സ്. അപ്പൊ എന്തൊക്കെയാ ജെ തോംസൺ എല്ലാവരും ഒന്ന് കണ്ടുപിടി പറഞ്ഞേ. J.J. Thomson's plum pudding model or watermelon model. He was the first person to introduce a model of an atom. The first point J.J. Thomson's model parayana. He considered atom as a positive sphere in which the negative charges are embedded. That means a positive charged sphere in which electrons are embedded. That's the first one. According to his model, he considered atom as a neutral or electrically neutral particle. He considered atom എന്ന് പറഞ്ഞ electrically neutral ആയിട്ടുള്ള ഒരു സാധനമാണ്. Now, what was his drawbacks? Though he explained the model, he has many drawbacks in his model. So the first one, he was not able to explain how these electrons and protons are embedded, or what is the force of attraction, or what force is existing between the electrons and protons inside an atom. And he was not able to explain the stability of the atom. അപ്പൊ തന്നെ ആ മോഡൽ അങ്ങ് ഡ്രോപ്പ് ആയിപ്പോയി. ബട്ട് ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു എക്സ്പ്ലെയിൻ എ മോഡൽ ഓഫ് എൻ ആറ്റം. അങ്ങനെ പുതിയൊരാൾ വന്നു. അദ്ദേഹത്തിന്റെ പേരാണ് റൂദർഫോർഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് റൂദർഫോർഡിനെ എവിടെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? റൂദർഫോർഡ് നമ്മുടെ പ്രോട്ടോൺ കണ്ടുപിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ. അപ്പൊ ഇനി റൂദർഫോർഡാണ് നെക്സ്റ്റ് മോഡൽ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇപ്പൊ നമ്മൾ അതിന്റെ കുറെ പോയിന്റ്സ് സക്സസ് ആയി, ബട്ട് ദർ വാസ് സം ഡ്രോബാക്സ്. അപ്പൊ അതും മാറ്റി വേറൊരാൾ മോഡലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്, എപ്പോഴും ചോദിക്കുന്ന ഒരു ഇതാണ് Rutherford's model or Rutherford's scattering experiment or Rutherford's alpha scattering experiment. അപ്പൊ അതാണ് നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത്. മോഡൽ കഴിഞ്ഞ് അടുത്തത് റൂദർഫോർഡിന്റെ മോഡലാണ്. ബട്ട് ബിഫോർ ലേണിംഗ് ദാറ്റ് വി ഹാവ് ടു ലേൺ വാട്ട് ഇസ് മീൻ ബൈ റേഡിയോ ആക്ടിവിറ്റി. നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണാം റേഡിയോ ആക്ടിവിറ്റിനെ പറ്റിയിട്ട് ഒരു ഗ്രീൻ കളർ കോളത്തിൽ കൊടുത്തിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ്, നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ക്ലാസ് പോർഷൻസിലൊക്കെ ആൽഫ റേ, ബീറ്റ റേ, ഗാമ റേ എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ ഒരിക്കലും എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണ്ടേ? അപ്പൊ നമ്മൾ ആദ്യം റേഡിയോ ആക്ടിവിറ്റിന്റെ ഡിസ്കവറി, ഹൗ ഹെൻറി ബെക്കറൽ. റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് റേസ് ആണ് കേട്ടോ. അവിടുന്ന് നിൽക്കുക നമ്മൾ പറയും. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ഹെൻറി ബെക്കറൽ. ഹെൻറി ബെക്കറൽ എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞൊരു റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടിക്കുന്നത്. ഹൗ ഹി ഡിസ്കവേർഡ്. അപ്പോൾ ദ ഫിനോമിന ഓഫ് റേഡിയോ ആക്ടിവിറ്റി വാസ് ഡിസ്കവേർഡ് ബൈ എ ഫ്രഞ്ച് സയന്റിസ്റ്റ് ഹെൻറി ബെക്കറൽ. What he was doing? He was doing certain experiment with certain type of elements. So once he was leaving his എക്സ്പെരിമെന്റ് റൂം, അദ്ദേഹത്തിന്റെ ലാബിൽ നിന്ന് പോകുന്ന സമയത്ത് ഹി ഹാഡ് സം യുറാനിയം. ഇങ്ങനെയാണ് കേട്ടോ സ്റ്റോറി, അങ്ങനെയാണ് നമ്മുടെ ബുക്കിലൊക്കെ തന്നിരിക്കുന്നത്. അപ്പം ഹി റാപ്ഡ് യുറാനിയം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ പീരിയോഡിക് ടേബിളിലുള്ള ഒരു എലിമെന്റ് ആണ്. ഈ യുറാനിയത്തിന് അദ്ദേഹം ഒരു ബ്ലാക്ക് കവറിൽ റാപ്പ് ചെയ്ത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഡ്രോയിൽ വെച്ചു. ആ ഡ്രോയിന്റെ റാപ്പ് ചെയ്തതിന്റെ താഴെ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോഗ്രാഫിക് ഫിലിം ഉണ്ട്. അതേപോലെ ലാബിൽ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒന്നും ശ്രദ്ധിക്കാതെ അദ്ദേഹം ഈ യുറാനിയം സോൾട്ട് ഒരു ബ്ലാക്ക് പേപ്പറിൽ റാപ്പ് ചെയ്തോടെ വെച്ചു പോയി, ഡ്രോഗ് ക്ലോസ് ചെയ്തിട്ട്.
Morning when he came, he found that there was some changes in the photographic filament. ആ ഫോട്ടോഗ്രാഫിക് ഫിലിമിന്റെ മുകളിൽ എന്തൊക്കെയോ ചേഞ്ച് ഉണ്ട്. അപ്പൊ അദ്ദേഹം അത് ഡെവലപ്പ് ചെയ്ത് നോക്കി. ഇന്നത്തെ ആൾക്കാർക്കൊന്നും ഫോട്ടോഗ്രാഫിക് ഫിലിം ഒന്നും കണ്ട, നമ്മളൊക്കെ ഡിജിറ്റൽ ക്യാമറ ആയിരിക്കും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവാം. നമ്മളൊക്കെ സ്കൂളിൽ നമ്മളെ എക്സ്കേർഷനും ടൂറിനൊക്കെ പോകുന്ന സമയത്ത് വി ഹാവ് എ ക്യാമറ. അതിൽ നമ്മൾ ഫിലിം ഇട്ടിട്ടാണ് ചെയ്യുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കല്ല, ഫിലിമാണ് ഉണ്ടാവുക. കാണാത്തവരൊന്ന് പാരന്റ്സിനോട് ചോദിച്ചു, അവർ പറഞ്ഞുതരും. ഇപ്പൊ ഒരു ഫിലിം ഉണ്ട്, അപ്പൊ നമ്മൾ ആ റോൾ ചെയ്ത ഫിലിം ആ ക്യാമറയുടെ ഉള്ളിലേക്ക്, എന്നിട്ട് നമ്മളിങ്ങനെ ഫോട്ടോസ് എടുത്തത് 32 അതൊക്കെയാണ് അതിന്റെ ഒരു ലിമിറ്റ്, 32-34 ഫോട്ടോസ് എടുത്ത് നമ്മൾ ആ ഫിലിം എടുത്തിട്ട് നമ്മൾ സ്റ്റുഡിയോ കൊടുക്കും. എന്നിട്ട് സ്റ്റുഡിയോക്കാർ ഇത് ഡെവലപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഫോട്ടോ ആയിട്ട് തരാം കേട്ടോ. അപ്പം വീട്ടിലുണ്ടാവും ചിലപ്പോൾ പഴയ അതേപോലെ നമ്മുടെ എക്സ്റേന്റെ ഷീറ്റ്സ് കണ്ടില്ല, അവരിങ്ങനെ എക്സ്റേ പോലെയല്ല ഫോട്ടോഗ്രാഫിക് ഫിലിം, അത് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് കിട്ടും. അപ്പൊ ഈ ഫോട്ടോഗ്രാഫിക് ഷീറ്റ് ഈ ഹെൻറി ബെക്കറിൽ ഡെവലപ്പ് ചെയ്തപ്പോൾ ഹി ഫൗണ്ട് ദാറ്റ് ഈ യുറാനിയം സോൾട്ടിന്റെ അതേ ഷേപ്പിൽ ആ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ വന്നിരിക്കണത്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? ഈ യുറാനിയം സോൾട്ട് certain type of radiations are emitting, എന്തോ ടൈപ്പ് ഓഫ് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്നുണ്ട്. അതിന് ഈ ബ്ലാക്ക് പേപ്പറിലൂടെ, അത് കാരണം ഇദ്ദേഹം ഈ യുറാനിയം സോൾട്ട് ബ്ലാക്ക് പേപ്പർ വെച്ചിട്ടാണ് റാപ്പ് ചെയ്തത്, ഈ ബ്ലാക്ക് പേപ്പറിലൂടെ പാസ് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ ലേറ്റർ ഹി ഫൗണ്ട് ദാറ്റ് ചില എലിമെന്റ്സിന് കണ്ടിന്യൂസ് ആയിട്ട് certain type of റേഡിയേഷൻസ് പുറത്തേക്ക് വിടാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദീസ് റേഡിയേഷൻസ് ക്യാൻ പെനിട്രേറ്റ് ത്രൂ സോളിഡ്. ഈ റേഡിയേഷൻസിന് സോളിഡ്സിന്റെ ഉള്ളിൽ കൂടെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം അത് ഈവൻ ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ഇഫക്ട് ഓൺ ദ സിങ്ക് സൾഫൈഡ് സ്ക്രീൻ, അതായത് ഫോട്ടോഗ്രാഫിക് ഫിലിംസിലൊക്കെ എന്ത് വരുത്താണ്, ചേഞ്ച് വരുത്താൻ പറ്റുന്നത്. അപ്പൊ എന്താണ് റേഡിയോ ആക്ടിവിറ്റി? ദ ഫിനോമിന ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് റേഡിയേഷൻ. The phenomenon of spontaneous emission of radiation by certain elements is known as radioactivity. അപ്പൊ എന്താണ് റേഡിയോ ആക്ടിവിറ്റി? റേഡിയോ ആക്ടിവിറ്റി ആണ് ചില എലിമെന്റ്സിന് സ്പോണ്ടേനിയസ് ആയിട്ട് റേഡിയേഷൻസിന് എമിറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു ഫിനോമിനെയാണ് നമ്മൾ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ. ഇറ്റ് വാസ് ഡിസ്കവേർഡ് ബൈ ഹെൻറി ബെക്കറൽ. ആൻഡ് റേഡിയോ ആക്റ്റീവ് എലിമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ സ്പോണ്ടേനിയസ്ലി emit radiations are called as radioactive substance. Example, uranium. Many radioactive elements ഉണ്ട്. uranium, thorium, plutonium. ഇവരൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് റേഡിയേഷൻസ് എമിറ്റ്. ദീസ് ആർ കോൾഡ് ആസ് റേഡിയോ ആക്റ്റീവ് എലിമെന്റ്സ്. അപ്പൊ ഇനിയിപ്പം റേഡിയേഷൻസ് വരുന്നുണ്ടെന്ന് മനസ്സിലായി. ഇനി അവർ അതിനെപ്പറ്റി പഠിക്കുക. അതാണല്ലോ ഈ സയന്റിസ്റ്റിന്റെ പ്രശ്നം. അവരൊന്നിരിക്കത്തിന് അടുത്ത് വീണ്ടും പഠിക്കും. സോ വാട്ട് ദേ ഡിഡ്, അവർ ഈ റേഡിയേഷൻസിനെ വീണ്ടും പഠിക്കുകയാണ്. ഈ റേഡിയേഷൻസിന് എന്ത് നേച്ചറാണ്, ഇതിൽ വല്ല ചാർജും ഉണ്ടോ എന്നൊക്കെ. അപ്പൊ അതിനുവേണ്ടി വാട്ട് ഹി ഡിഡ്, സോ ഹി ജസ്റ്റ് ഒരു യുറാനിയം സോൾട്ടിനെ ഒരു ലെഡ് ബോക്സിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു നാരോ സ്ലിറ്റ് ഇട്ട്, എന്നിട്ട് അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് റേഡിയേഷൻ വരുന്നത്, എന്നിട്ട് ഈ റേഡിയേഷനെ ഇലക്ട്രിക് ഫീൽഡിലൂടെ മാഗ്നറ്റിക് ഫീൽഡിലൂടെ പാസ് ചെയ്തു. സോ വാട്ട് ഹി ഫൗണ്ട് ദാറ്റ് എന്നിട്ട് അതിന്റെ ബാക്കിൽ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം വെച്ചു. എന്തിനാ വെച്ചാൽ റേഡിയേഷൻസിന് എന്ത് എഫക്ട് ഉണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. സോ ഹി ഫൗണ്ട് ദാറ്റ് ഈ യുറാനിയം സോൾട്ടിന് വരുന്ന കുറച്ച് റേഡിയേഷൻസ് വാസ് മൂവിങ് ടുവേർഡ്സ് ദ പോസിറ്റീവ് പ്ലേറ്റ്. Some radiations was moving towards the positive plate and some was moving towards the negative plate and some was moving without any deflection. ഒരൊറ്റ ക്രിസ്റ്റലിന് വരുന്ന റേഡിയേഷൻസ്, അതായത് യുറാനിയം ക്രിസ്റ്റൽസിന് വരുന്ന റേഡിയേഷൻസ് അദ്ദേഹം ഇലക്ട്രിക് ഫീൽഡിലൂടെ പാസ് ചെയ്തത്. We found that some radiations was deflecting towards the positive and some rays was deflecting towards the negative and some were moving without any deflection or zero. അപ്പൊ ഇദ്ദേഹത്തിന് എന്ത് മനസ്സിലായി? The rays which are moving towards the negative plate, നെഗറ്റീവിന്റെ അടുത്തേക്ക് എപ്പോഴും ആരാ പറയാം, നമുക്കറിയാം ഓപ്പോസിറ്റ് ചാർജസ് ആണ് അട്രാക്ട് ചെയ്യുക. അപ്പൊ നെഗറ്റീവ് പ്ലേറ്റിന്റെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് റേസ് വിൽ ബി ഹാവിങ് എ പോസിറ്റീവ് ചാർജ്. എന്ത് കണ്ടു? ആ റേസിന് പോസിറ്റീവ് ചാർജ് ഉള്ളത് കൊണ്ടാണല്ലോ അത് നെഗറ്റീവിന്റെ അടുത്തേക്ക്. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് ദീസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ, ഇവിടുന്ന് വരുന്നത് പാർട്ടിക്കിൾ, ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ നമ്മുടെ ഹീലിയം ഇല്ലേ, ഹൈഡ്രജൻ ഹീലിയം, ആ ഹീലിയത്തിന്റെ സെയിം മാസും അതിൻ്റെ ഉള്ള സെയിം 2 യൂണിറ്റ്സ് ഓഫ് പോസിറ്റീവ് ചാർജ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. അതായത് ഈ വരുന്ന റേഡിയേഷൻസിന് ഈച്ച് പാർട്ടിക്കിൾ ഹാസ് മാസ് 4 mu ആൻഡ് ക്യാരീസ് 2 യൂണിറ്റ്സ് ഓഫ് പോസിറ്റീവ് ചാർജ്. ഇവരെ മാസ് എന്ന് പറയുന്നത് 4 mu അവരെ ചാർജ് 2 യൂണിറ്റ്സ് ഓഫ് പോസിറ്റീവ് ചാർജ് എന്നുണ്ട് കണ്ടുപിടിച്ചു. ആൻഡ് ദാറ്റ് റേസ് വർ കോൾഡ് ആസ് ആൽഫ റേസ്. എന്താണ് അവർ പറഞ്ഞത്? ആൽഫ റേസ്. അപ്പൊ അവരെന്താ പറഞ്ഞത്?
alpha rays. അപ്പോൾ alpha rays എന്താ? Positively charged rays which are having a mass of 4 AMU and a charge of 2 unit positive charge. They are same like our helium 2 plus ion. ഹീലിയത്തിനെ പോലെയാണ് അവരെന്ത് കണ്ടുപിടിച്ചു. ഇനി കുറച്ച് പാർട്ടിക്കിൾസ് പോസിറ്റീവിന്റെ അടുത്തേക്ക് പോയി, പോസിറ്റീവ് പ്ലേറ്റ്. ദാറ്റ് മീൻസ് ദേ ആർ ഹാവിംഗ് എ നെഗറ്റീവ് ചാർജ് and they are called as beta rays. എന്താണ് അവരെ പറഞ്ഞത്? ബീറ്റാ റേസ്. അപ്പൊ ആൽഫ റേസ് എന്നാണ് പോസിറ്റീവ്ലി ചാർജ് റേസ്, ബീറ്റാ റേസ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ് റേസ്. ആൻഡ് ദീസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആർ കൺസിഡർഡ് ടു ബി എ സ്ട്രീം ഓഫ് ഇലക്ട്രോൺസ്. സ്ട്രീം ഓഫ് ഇലക്ട്രോൺസ് പോലെയാണ് ഈ നെഗറ്റീവ്ലി ബീറ്റാ റേസ് എന്ന് പറയുന്നത്. And some rays are called as neutral. They don't have, അവരെന്ത് ചെയ്യുന്നില്ല, അവരൊരു ഡിഫ്ലക്ഷനും കാണിക്കുന്നില്ല. And that rays were called as gamma rays. ഓരോന്നിനെയും പഠിക്കണം. ആൽഫ ഇങ്ങനെ, ബീറ്റ ഇങ്ങനെ, and gamma rays. And gamma rays are high energy electromagnetic radiation. The electromagnetic radiation നമ്മൾ പഠിക്കുക. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ട ഹൈ എനർജി റേഡിയേഷൻസ്. അപ്പൊ എന്തൊക്കെയാ റേഡിയോ ആക്ടിവിറ്റി, എന്താണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, എന്താണ് ആൽഫ, ബീറ്റ, ഗാമ, ഒക്കെ ഇമ്പോർട്ടന്റ് ആട്ടോ. ടെക്സ്റ്റിൽ ഒരു സൈഡിലാണ് കൊടുത്തതെങ്കിലും നമുക്കത് ഇമ്പോർട്ടന്റ്. സോ വാട്ട് ഇസ് ദ റേഡിയോ ആക്ടിവിറ്റി? ദ ഫിനോമിന ഇൻ വിച്ച് ദ സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് റേഡിയേഷൻ ബൈ സർട്ടൻ എലിമെന്റ്സ് ഇസ് നോൺ ആസ് റേഡിയോ ആക്ടിവിറ്റി. What is meant by radioactive substances? The substances which can continuously emit radiations are called as radioactive substance. Example: plutonium, uranium, and thorium. And what is meant by alpha, beta, gamma? Radioactive substances will emit 3 types of radiations. Positively charged radiations are called as alpha rays, and these alpha rays have a mass of 4 AMU and it carries 2 units of positive charge. Beta rays or the negatively charged rays are stream of electrons, and gamma rays are those which don't have any charge. That means they are neutral particles. മനസ്സിലായോ? ഇത് പറഞ്ഞാലേ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിൽ ഇങ്ങനെ റുദർഫോർഡിന്റെ എക്സ്പെരിമെന്റ് പറയുമ്പോൾ അതിൽ എനിക്ക് ആൽഫ റേസ് പറയണ്ട. അപ്പൊ നിങ്ങൾ എന്താ ഈ ആൽഫ റേ? അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഇറ്റ്സ് ബെറ്റർ ഇവിടെ പറഞ്ഞത്. ഇറ്റ്സ് ക്ലിയർ? നമ്മളെ നെക്സ്റ്റ് Rutherford's nuclear model of an atom. Very important എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ചോദിക്കുകയാണ്, what is Rutherford's alpha scattering experiment or Rutherford's gold foil experiment? അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ അതിന്. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. ഇതൊക്കെ എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ he need to find out the model of an atom. ചെയ്ത് തോംസൺ പറഞ്ഞു, ഞാൻ പറഞ്ഞു തോംസൺ പറഞ്ഞു ആറ്റം ഉണ്ട്, അതിലൊരു പോസിറ്റീവ് ചാർജ് മാതിരിയാണ്, അതിനുള്ളിൽ കുറെ നെഗറ്റീവ് ചാർജ് ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എന്ത് പറ്റില്ല, he was not able to explain the stability of an atom. So the Rutherford came with a more it's a very important experiment. So what it is known as Rutherford's gold foil experiment or Rutherford's alpha scattering experiment. അപ്പൊ എന്താ നോക്കാം. അപ്പൊ റൂതർഫോർഡ് ഇവിടെ ക്യാരി ഔട്ട് ചെയ്തിരിക്കുന്നത്, ഇദ്ദേഹം ഒരു സ്ട്രീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസിനെ എടുത്തു. ഒരു സ്ട്രീം ഓഫ് ആൽഫ പാർട്ടിക്കിൾസിനെ, അതായത് ടൈപ്പ് ഓഫ്, നിങ്ങൾക്കറിയാലോ ആൽഫ പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിൽ നിന്ന് വരുന്ന റേഡിയേഷന് ഒരു ലെഡ് ബോക്സിൽ ഒരു സ്മോൾ നാരോ സ്ലിറ്റ് എടുത്ത് അദ്ദേഹം ഈ വരുന്ന റേഡിയേഷൻ, അതാണ് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്, അതായത് ആൽഫ പാർട്ടിക്കിൾ ഹി വാസ് അബൌട്ട് ടു ബോംബാർഡ് എന്ന് പറഞ്ഞാൽ ഹൈ എനർജി ആൽഫ പാർട്ടിക്കിളുടെ ഒരു സബ്സ്റ്റൻസിന്റെ മുകളിലേക്ക് കടത്തിവിടുകയാണ്. സോ റൂതർഫോർഡ് ബോംബാർഡഡ് ഹൈ സ്പീഡ് ആൽഫ റേസ്. ഇപ്പൊ ആൽഫ റേസ് എന്താ നിങ്ങൾക്കറിയാം? ആൽഫ റേസ് ആർ ഹാവിംഗ് പോസിറ്റീവ് 2 യൂണിറ്റ്സ് പോസിറ്റീവ് ചാർജും 4 AMU മാസ് ഉള്ള ഒരാളാണ് എന്ത്? alpha rays. It is just similar to that of our helium atom. Helium atomത്തിന് സിമിലർ ആണ്. അപ്പൊ ഇദ്ദേഹം ഒരു സോഴ്സിൽ നിന്ന് ആൽഫ റേസിനെ മാത്രം ഈ ലെഡ് പ്ലേറ്റ് വെച്ചിരിക്കുന്ന ഒരു നാരോ സ്ലിറ്റ് ഇട്ട് അതിൻ്റെ ഉള്ളിലൂടെയാണ് ഇതിനെ പാസ് ചെയ്തിട്ട് ഒരു ഗോൾഡ് ഫോയിൽ, അതായത് തിൻ ഷീറ്റ് ഓഫ് ഗോൾഡ് ഫോയിൽ എടുത്തു. ഗോൾഡ് ഇല്ലേ, അതിന്റെ നേരെ അലൂമിനിയം ഫോയിൽ എന്നൊക്കെ പറയുന്ന പോലെ ഗോൾഡിന്റെ ഒരു നേരെ ഷീറ്റ് എടുത്ത് അതിന്റെ മുകളിലേക്ക് ഹൈ എനർജി ആൽഫ റേസിനെ കടത്തിവിട്ട്. അപ്പൊ എന്നിട്ട് ഈ ഗോൾഡ് പ്ലേറ്റിന് ചുറ്റും അദ്ദേഹം ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഞാൻ പറഞ്ഞില്ലേ ഫിലിം, അത് ഡെവലപ്പ് ചെയ്ത് നമുക്ക് മനസ്സിലാവും അവിടെ എന്തൊക്കെ പാർട്ടിക്കിൾസ് എവിടെയൊക്കെ ഹിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. സോ what he did, according to Rutherford, carry out gold foil experiment in order to determine the structure of the atom.
For that, he passed high energy alpha rays over gold foil, a thin sheet of gold foil. And he found that, അപ്പോൾ അദ്ദേഹം ഈ എക്സ്പെരിമെന്റ് ഒക്കെ കഴിഞ്ഞ് ഈ ഫിലിം അങ്ങ് ഡെവലപ്പ് ചെയ്തപ്പോൾ what he found that most of the rays, അതായത് കടത്തി വിട്ട റേസിലെ most of the rays moved without any deflection. കുറെ ആൾക്കാർ ഒരു പ്രശ്നവും ഈസി ആയിട്ട് അങ്ങ് മൂവ് ചെയ്തു. Some of the rays just deflected. ആ നേരെ പോകുന്നതിന് പകരം ചെറുതായിട്ടൊന്ന് ഡിഫ്ലക്ട് ചെയ്തു. ആൻഡ് സം വെരി ഫ്യൂ എന്ന് പറഞ്ഞാൽ 1 out of 20,000 അങ്ങനെ കൺസിഡർ ചെയ്യുക. അത്രയും കുറച്ച് റേസ് ബൗൺസ് ചെയ്ത് തിരിച്ച് ഇവിടേക്ക് പോയിട്ട് പകരം വന്നത് തിരിച്ച് എന്ത് ചെയ്തു, ബൗൺസ് ചെയ്ത് തിരിച്ച് ഇങ്ങടേക്ക് തന്നെ വന്നു. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഫോട്ടോഗ്രാഫിക് ഫിലിം എങ്കിൽ ഇത് തിരിച്ച് എന്ത് ചെയ്തു, ബൗൺസ് ചെയ്ത് തിരിച്ചു വന്നു. അപ്പൊ അദ്ദേഹത്തിന് നമുക്കാണെങ്കിൽ എന്താ പറയുക, നമ്മൾ എന്താ കുറെ പോയി സൈഡിലേക്ക് പോയി കുറെ തിരിച്ചു വന്നു. ബട്ട് അക്കോർഡിംഗ് ടു എ സയന്റിസ്റ്റ് ഹി ഗോട്ട് മെനി ഒബ്സർവേഷൻ ആൻഡ് ഹി ഗോട്ട് മെനി കൺക്ലൂഷൻ ഫ്രം ദാറ്റ്. സോ വാട്ട് വാസ് ഹിസ് ഒബ്സർവേഷൻ? ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. എക്സ്പെരിമെന്റ്. വാട്ട് വാസ് ദി എക്സ്പെരിമെന്റ്? Rutherford carried out a cold foil experiment by passing alpha rays through a thin sheet of cold foil. Ni observation side heading at endaka kodukkum. What are things he found? He found that most of the alpha rays passed without any deflection, passed through. കാരണം ഈ ആൽഫ റേസിനൊക്കെ ഈ സോളിഡ് പാർട്ടിക്കിൾസിന്റെ ഉള്ളിൽ കൂടെ കടത്തി വിടാൻ പറ്റുമല്ലോ, ഞാൻ പറഞ്ഞല്ലോ റേഡിയോആക്റ്റീവ് റേസ്. സോ മോസ്റ്റ് ഓഫ് ദി റേസ് passed without any obstruction. Some of the rays deflected from their path and very few rays bounce back. അപ്പൊ ഇത്രയും കാര്യം മതി. അപ്പൊ ഇനി എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻസ് എന്ന് പറയണ്ടേ? അപ്പൊ ഇദ്ദേഹം പറഞ്ഞു ഇത് പോസിറ്റീവ്ലി ചാർജ്ഡ് റേ ആണല്ലോ അല്ലെ, ആൽഫ റേസ്. അപ്പൊ ഇവര് കുറെ ആൾക്കാർ നേരെ പോകുന്നതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഗോൾഡ് ഫോയിലിന്റെ ഉള്ളിൽ എന്തുണ്ടാവും, കുറെ ഗോൾഡ് ആറ്റംസ് ആണ് ഉണ്ടാവുക അല്ലെ, ഗോൾഡിന്റെ ആറ്റം. സോ ഹി ഫൗണ്ട് ദാറ്റ് മെജോറിറ്റി ഓഫ് ദി സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഇസ് ഫ്രീ. അതായത് ആറ്റത്തിന്റെ ഉള്ളിൽ കുറെ സ്പേസ് ഫ്രീ ആയിട്ടുണ്ട്. അതുകൊണ്ടല്ലേ കുറെ ആൾക്കാർ ഒരു ഒബ്സ്ട്രക്ഷനും ഇല്ലാതെ പോകുന്നത്. സോ ആറ്റം ഇസ് ഹാവിങ്, നമ്മുടെ തോംസൺ എന്താ പറഞ്ഞത്, ഫുള്ളായിട്ട് പോസിറ്റീവ് ചാർജ് ആണ്, അതിൽ നെഗറ്റീവ് ഉണ്ടല്ല. അങ്ങനെയാണെങ്കിൽ എന്താവും, ഈ റേസ് ഒക്കെ ബൗൺസ് ചെയ്യേണ്ടിയിരുന്നു തിരിച്ചിട്ട്. കാരണം പോസിറ്റീവും റിപ്പൽ ചെയ്യും. അപ്പം എന്ത് അദ്ദേഹം പറഞ്ഞു, മോസ്റ്റ് ഓഫ് ദി സ്പേസ് ഇൻസൈഡ് ആൻ ആറ്റം ഇസ് ഇത് അതിന്റെ ഒരു എക്സ്പെരിമെന്റിന്റെ ഒരു സ്കീമാറ്റിക് ആണ്. അതായത് മോസ്റ്റ് ഓഫ് ദി റേസ് പാസ് ത്രൂ ആൻ ആറ്റം വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ മീൻസ് ദ ആറ്റം ഇസ് ഹാവിംഗ് മെനി വേക്കന്റ് സ്പേസസ്. സം ഓഫ് ദി റേസ് ഡിഫ്ലക്റ്റഡ്, ഇറ്റ് ഈസ് ബിക്കോസ് വരുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പൊ ഒരു ഇത്തിരി ആറ്റത്തിന്റെ ഉള്ളിൽ ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സം ഓഫ് ദി റേസ് ഡിഫ്ലക്റ്റഡ് ആൻഡ് സം ഓഫ് ദം റീബൗൺസ്ഡ്. എന്തുകൊണ്ടാണ്? ചിലപ്പോൾ നേരെ പോയിട്ട് ആ ഒരു സ്മോൾ ആയിട്ടുള്ള പോസിറ്റീവ് ചാർജിന് ഹിറ്റ് ചെയ്യുമ്പോഴാണ് അവരെന്ത് ചെയ്യുന്നത്, തിരിച്ച് റീബൗൺസ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എന്തൊക്കെ കൺക്ലൂഷൻസ് കിട്ടി? We say that most of the spheres in an atom is empty. നിങ്ങളുടെ ടെക്സ്റ്റ് അതേ പറഞ്ഞു, most of the space, ഞാൻ അതന്നെ വായിക്കാം കേട്ടോ. Most of the space in an atom is empty as most of the alpha particles pass through the foil undeflected. അപ്പം ആറ്റത്തിനുള്ളിൽ കുറെ empty space ഉണ്ട്. നെക്സ്റ്റ് പോയിന്റ് എന്താണ് നിങ്ങളുടെ ടെക്സ്റ്റില്? A few positive charged alpha particles were deflected. A few of the alpha particles were deflected. The deflection must be due to the enormous repulsive force, showing that the positive charge of the atom is not spread throughout the atom. അതായത് ഈ പോസിറ്റീവ് ചാർജ് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ആയിരുന്നില്ല, കുറച്ചുണ്ട്. അതുകൊണ്ടാണ് അത് റീബൗണ്ട്സ് ഡിഫ്ലക്ട് ചെയ്തത്. The positive charge has to be concentrated in a very small volume that repelled and deflected the പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾ. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾ കുറച്ചൊന്ന് ഡിഫ്ലക്ട് ചെയ്യാനും റിപ്പൽ ചെയ്യാനുമുള്ള കാരണം എന്താ വെച്ചാൽ ഒരു കുറച്ച് പോസിറ്റീവ് ചാർജ് എവിടെയോ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. കാൽക്കുലേഷൻ ബൈ റൂദർഫോർഡ് ഷോഡ് ദാറ്റ് the volume occupied by the nucleus in an atom is very small when compared to the total volume of the atom. ആറ്റത്തിന്റെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസ് ഓക്യുപ്പൈ ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ 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 ചെറുതാണ്. So the radius of an atom is approximately found to be
10 raised to minus 10 meter, and then the nucleus എന്ന് പറയുന്നത് അതിനേക്കാൾ എത്രയോ കുഞ്ഞായിട്ടുള്ള ഇതിലാണ്. അതായത് the radius of the atom is found to be 10 raised to minus 10, while that of the nucleus is 10 raised to minus 15 meter. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന് കിട്ടിയൊരു കൺക്ലൂഷൻ. ഇനി ആ കൺക്ലൂഷൻ വെച്ചിട്ട് അദ്ദേഹം മോഡൽ പ്രപ്പോസ് ചെയ്യണം. അപ്പൊ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ മോഡൽ പറയുന്നത്? നിങ്ങളുടെ ടെക്സ്റ്റ് തന്ന പോയിന്റ്സ് തന്നെ ഞാൻ വായിച്ചുതരാം. The positive charge and the mass of an atom was densely concentrated in extremely small region. അത് ഞാൻ കുറച്ചുകൂടെ റുദർഫോർഡിന്റെ ഒബ്സർവേഷൻസും എക്സ്പെരിമെന്റും പറഞ്ഞാൽ വാട്ട് ഈസ് ഹിസ് പോസ്റ്റ്ലേറ്റ്. അപ്പൊ അദ്ദേഹം ഇതിന്ന് ആറ്റത്തിന്റെ മോഡൽ അദ്ദേഹം പറഞ്ഞു. അതാണ് റുദർഫോർഡ്സ് മോഡൽ ഓഫ് ആൻ ആറ്റം ഓർ റുദർഫോർഡ്സ് പോസ്റ്റ്ലേറ്റ്സ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നോക്കുക, അദ്ദേഹത്തിന്റെ മോഡൽ എന്തൊക്കെയാണ് പറയുന്നത്. Most of the part in an atom is empty. For first one, most of the part in an atom is empty. There is a positively charged center in an atom. അദ്ദേഹം പറയാണ് ഇതിപ്പോ ഒരു ആറ്റം ആണെങ്കിൽ there is a positively charged center in an atom which contain nearly the whole mass of an atom. ഒരു ആറ്റത്തിന് നമുക്കൊരു വെയിറ്റ് ഉണ്ട്, ഒരു മാസ് ഉണ്ടാവും അല്ലെ. ആ മാസിന്റെ ഹോൾ, അതായത് ആ ആറ്റത്തിന്റെ ഹോൾ മാസ് നിൽക്കുന്നത് ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്. എന്തുകൊണ്ടാ വെച്ചാൽ അന്ന് നമ്മൾ ഇലക്ട്രോണിനെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അത് പ്രോട്ടോൺസും ഇലക്ട്രോൺസുമാണ്. ന്യൂട്രോൺസിനെ കണ്ടുപിടിച്ചത് നമുക്കറിയാം. പ്രോട്ടോൺസിന് മാസ് ഉണ്ട്, ഇലക്ട്രോൺസിന് വെരി നെഗ്ലിജിബിൾ മാസ് ആണ്. അപ്പം അദ്ദേഹം പറഞ്ഞു പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ആറ്റത്തിന്റെ സെന്ററിലാണ്. അപ്പൊ ഈ പ്രോട്ടോൺസിനാണ് എന്തുള്ളത്, മാസ് ഉള്ളത്. അപ്പം ദ ഹോൾ മാസ് ഓഫ് എൻ ആറ്റം ഇസ് കോൺസെൻട്രേറ്റഡ് ഇൻ ദി ന്യൂക്ലിയസ്. കാരണം പ്രോട്ടോൺസ് ആണല്ലോ പോസിറ്റീവ് ചാർജ് കൊടുക്കുന്ന ഒരു ആറ്റത്തിന്. അപ്പൊ അത് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ന്യൂക്ലിയസ് തന്നെ, ആറ്റത്തിന്റെ സെന്ററിലുള്ള ഒരു ന്യൂക്ലിയസിലാണ്. അപ്പൊ അദ്ദേഹം പറയാണ് there is a positively charged center in an atom which contain nearly the whole mass of an atom. ഒരു ആറ്റത്തിന്റെ ഹോൾ മാസ് കിടക്കുന്നത് ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. And the center is called as the nucleus. So what is called as nucleus? Inside an atom there is a positively charged sphere, and that positively charged sphere inside an atom is called as nucleus. Anyway, the size of the nucleus is very small when compared to the size of an atom. ആറ്റത്തിനെ കൺസിഡർ ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ സൈസ് വെരി സ്മോൾ ആണ്. ഇനി അപ്പൊ നമുക്കറിയാം നെഗറ്റീവ്ലി ചാർജ്ഡ് ആൾക്കാരെ എവിടെയുണ്ട്. അപ്പൊ അദ്ദേഹം പറയാണ് the negatively charged electrons are revolving. ഇവര് ഈ ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. He told that the size of the nucleus is very the electrons revolve around the nucleus in a circular path called as orbit. അദ്ദേഹം പറയാണ് ഇവര് ഇലക്ട്രോൺസ് ഈ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സോലാർ സിസ്റ്റത്തിൽ അറിയാം സണ്ണ് സെന്ററിലാണ്, ചുറ്റും പ്ലാനറ്റ്സ് ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു സെയിം ലൈക്ക് അവർ സോലാർ സിസ്റ്റം, ന്യൂക്ലിയസ് ആണ് ഇവിടുത്തെ സണ്ണ്. എന്നിട്ട് അതിന് ചുറ്റും ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് റൗണ്ട് ആൻഡ് ദാറ്റ് പാത്ത് ഇസ് നോൺ ആസ് ഓർബിറ്റ്. ഇലക്ട്രോൺസ് ആൻഡ് ന്യൂക്ലിയസ് ആർ ഹെൽഡ് ടുഗെദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. നമ്മുടെ തോംസൺ അതൊന്നും പറയാൻ പറ്റിയില്ല. ഇദ്ദേഹം പറയാണ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആർ ഹെൽഡ് ടുഗെദർ ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പൊ എന്തൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ പേര്? അപ്പൊ ആദ്യം ആലോചിക്കാം, ഒരു ആറ്റം ഉണ്ട് അല്ലെ. അപ്പം ആദ്യം മനസ്സിൽ ചിന്തിക്കുക ഓൾമോസ്റ്റ് ഓൾ ദി സ്പേസ് ഇൻ an atom is empty. Second one, the atom is having a centrally positively charged center, and that center is known as nucleus. അപ്പൊ ചിന്തിക്കുക ന്യൂക്ലിയസിനുള്ളിലാണ് പ്രോട്ടോൺസിനാണ് മാസ്. അപ്പൊ the mass of an atom, the whole mass of an atom is concentrated in the nucleus. അടുത്തത് the size of the nucleus is very small when compared to the size of the atom. അടുത്തത് ഇലക്ട്രോൺസ് എവിടെ പോയി? ഇലക്ട്രോൺസ് ആർ revolving around the nucleus in a path called orbit. ഇനി ഇവര് തമ്മിലുള്ള ഫോഴ്സ് ഉണ്ട്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇസ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺസ്. കാര്യം മനസ്സിലായോ? ഇത് ഞാൻ ആറ്റോമിക് നമ്പറും മാസ് നമ്പർ ഐസോബാർ ഒക്കെ എടുക്കണം വെച്ചു. പക്ഷെ അതൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഈ വീഡിയോ ഒന്ന് വലുതാവും, നിങ്ങൾക്ക് ഉറക്കം വരും. അപ്പൊ ഇന്ന് ഇത്രയും മതിപ്പം എന്തൊക്കെ നമ്മൾ പഠിച്ചു. വി ഹാവ് ലേൺഡ് അബൌട്ട് വാട്ട് ഇസ് മെന്റ് ബൈ J.J. തോംസൺസ് മോഡൽ ആൻഡ് വാട്ട് വാസ് ഹിസ് ഡ്രോബാക്സ്. ആൻഡ് സെക്കൻഡ് വൺ,
We learned about the discovery of radioactive radiation, and the third one by Rutherford's gold foil experiment or the alpha scattering experiment and his observation. അപ്പോൾ ഇത്രയും കാര്യം നന്നായി പഠിക്കാൻ മനസ്സിലാവാത്ത കാര്യം കമന്റ്സിൽ ഇട്ടോളൂ. താങ്ക് യു.